അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദവും പിന്നെ 2-3 സിംഗേഴ്സിന്റെ, അതിലൊരു നടൻ പാടിയ ഒരു പാട്ടുണ്ട്, അതിലൊരു 2 സിംഗേഴ്സിന്റെ. ശരി, കാണാം. അപ്പൊ ആദ്യം നമ്മുടെ ജയറാമേട്ടന്റെ ശബ്ദമാണ്, പഴയകാല ജയറാമിന്റെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. പഴയകാല ജയറാമേട്ടന്റെ വോയിസ്. അയ്യോ, ഇതാര് ജയഭാരതിയോ? അയ്യേ, എന്താ ഇത് കണ്ടടയെ കുറിച്ചിട്ടേ? അമ്മാവ അടികം വണ്ടി അയ്യയ്യേ, എങ്ങോട്ടാ? ദേ അമ്മാവ അരമുറ്റ വീടും 5 രൂപ അമ്മ സ്വന്തമാക്കില്ലേ? ഇനി അമ്മാവന്റെ തലക്കിട്ട് കൊട്ടു കൊടുക്കണ്ടായോ? എന്റെ അമ്മായി എടി കേറി പോടിയത്. അയ്യയ്യേ, അടിപൊളി. അടുത്തത് ആരാണ്? അടുത്ത ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ ശബ്ദമാണ്. ദിലീപേട്ടന്റെ ശബ്ദം. വർക്കിച്ചായോ? എന്നടാവേ വർക്കിച്ചതെന്തിനാ എന്റെ റൺവേക്കറി കളിച്ചേ? അതുകൊണ്ടല്ലേ ജാക്കറ്റ് കളിച്ചത്. ഇനി എന്റെ റൺവേക്കറി കളിച്ചാൽ വറ്റടവേ, ഇതൊരു സാപ്പിൾ കടി കൊടുക്കട്ട. റൺവേയിലെ ഡയലോഗ് അല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി അടുത്തതാരാണ് വരുന്നത്? അടുത്തതായിട്ട് പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് എന്ന സിനിമയിലെ വെള്ളം അടിച്ചിട്ട് സെന്റിമെന്റ്സ് ആയിട്ട് പറഞ്ഞ എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോളെ ചന്ദ്രിക. എടി നീ എന്നാടി വിചാരിച്ചത്? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണം കെട്ടി തുങ്ങി ചാവൂന്ന് അല്ലടി? അതങ്ങ് പള്ളി പറഞ്ഞാ മതി മോളെ. എടി ഞാൻ മരിക്കുവാണെങ്കിൽ അതിന്റെ മറ്റേ കുരുക്കിൽ നീയും ഉണ്ടാവും. അത് ചാവാനാണെങ്കിലും ശരി തന്നെ, ജീവിക്കാനാണെങ്കിലും. അതുകൊണ്ട് കാനനച്ചാലയിൽ ആട് വയ്ക്കാൻ ഞാൻ നിന്നെ കൊണ്ടുപോടി ചന്ദ്രികെ. ഓ, അടിപൊളി, സൂപ്പർ. യെസ്, അടുത്താരാണ്? അടുത്തൊരു മറ്റുള്ള മിമിക്രിക്കാർക്ക് അനിയിരിക്കാത്തൊരു ശബ്ദമാണ് നടൻ ജയസൂര്യയുടെ ശബ്ദം. അദ്ദേഹം പാടിയ ഒരു ഗാനം കൂടെ ഞാൻ പാടുന്നുണ്ട്. പുണ്യാളൻ അഗർബത്തിസിലെ ആശിച്ചെന്നുള്ള അദ്ദേഹത്തിന്റെ ടോണിൽ. ആദ്യം അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. അത് പറയുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ ജയസൂര്യയുടെ ശബ്ദമാണ്. എടാ നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചേ? മാറിക്ക കുട്ടികളെ, മാറിക്കേ. എന്താ താരേ പ്രശ്നം? താരേരെ പഠിക്കാൻ സമ്മതിക്കുന്നത്? അത് ശരി. എടാ ഞങ്ങളുടെ ആരാധനയ മൂവാറ്റൂഴ MLA-യും പാർട്ടിയിൽ ഗർജിക്കുന്ന സിംഹവുമായ കുറുപ്പ് സാറിന്റെ മകളുടെ കാര്യത്തിൽ എനിക്കെന്താ കാര്യം, നിനക്കെന്താ കാര്യം? അതുകൊണ്ട് താരോട്ട് പഠിച്ചു, കുവൈറ്റിനെ ആക്രമിച്ച, ഇറാഖ് നിർത്ത, അമേരിക്ക പോലെ താരോട് എന്തും ഈ സതീശൻ കഞ്ഞിക്കുഴി ഉണ്ടാക്കും. ഇത് സത്യം. ഓക്കെ. അടുത്തതായിട്ട് സായ് കുമാർ ഏട്ടൻ്റെ ശബ്ദമാണ്, പഴയകാല റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ സായ് കുമാറിന്റെ ശബ്ദം. മത്തായി ചേട്ടാ, ഇവൻ നമ്മളെ പറ്റിക്കും. മത്തായി ചേട്ടാ, ഗോപാലകൃഷ്ണൻ. എടാ ഗോപാലകൃഷ്ണ, നിന്നോടൊന്നും പ്രതികാരം ചെയ്തിട്ട് ഈ ബാലകൃഷ്ണൻ നേടണ്ട. ഒന്ന് ചോദിക്കട്ടെ, ആ സ്ത്രീ നിന്റെ അമ്മ തന്നെ തൊടാ പട്ടി. അടുത്തൊരു രാഷ്ട്രീയ നേതാവിന്റെയാണ്, മറ്റൊരുമല്ല ഞങ്ങളുടെ മുൻ MLA മന്ത്രിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന്റെ ശബ്ദം. അദ്ദേഹം ഒരു വേദിയിൽ വന്നാൽ, സാധാരണ എല്ലാവരും നിയമസഭയിൽ സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു വേദിയിൽ വന്നാൽ സംസാരിക്കുന്നത് എളിമയോടെയുള്ള സംസാരം. സ്നേഹനദികളായ ബഹുമാനപ്പെട്ട ഈ അടൂരിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി അപ്പണിക്കത്ത് ശാന്തകുമാരി, എൻ്റെ കൊച്ചർജനായ ശ്രീ അടൂർ പ്രകാശ്, മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അതിന് മറ്റു നേതാക്കന്മാരും, എനിക്ക് ഈ വേദിയിൽ വന്നപ്പോൾ അറിയാം നിങ്ങളുടെ ഈ കൈയടി പ്രോത്സാഹനവും ഈ അമൃത ചാനലിൻ്റെ ഈ കോമഡി ബസാര എന്ന ഈ പ്രോഗ്രാമിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയിക്കുന്നത്. അടുത്തൊരു ശബ്ദമാണ് നമ്മുടെ ഈ ഫ്ലോറിൻ്റെ, നമ്മുടെ കോമഡി മസാലയുടെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം നിരവധി മിമിക്രി വേദിയുടെ ഉല്ലാസങ്ങളുടെ നെൽസൺ ജാർജിൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിച്ച ശ്രീ നെരിയാപുരം വേണുചേട്ടൻ്റെ ശബ്ദം ഒന്നായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം ഫോണിൽ സംസാരിക്കുന്നു. അപ്പം ചേച്ചി ഒന്ന് സംസാരിക്കുക. അതുപോലെ ഹലോ വേണുചേട്ടാ. ഹലോ, വേണുചേട്ടനല്ലേ? ശ്രുതി പറ. ശ്രുതി എന്താ? വേണുചേട്ടൻ എവിടെയുള്ള ഇപ്പോ? ഞാൻ ട്രിവാൻഡ്രത്ത്, എനിക്ക് ഷൂട്ടുണ്ട് പ്രോഗ്രാം, കോമഡി മസാലയുടെ പ്രോഗ്രാമാണ്. ഇത് ഉണ്ണിയാഘോഷയുടെ ഉദ്ഘാടനം ശ്രുതി ഞാനാ ചെയ്യുന്നത്. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? സുഖമാണ്? ഇവിടെ എല്ലാം സുഖം ചേട്ടാ. അവിടെ മഴയുണ്ടോ? എനിക്ക് ഒരു പൊതുവരെ ഡബിംഗ് ഉണ്ട്, ഡബിംഗ് എനിക്കൊരു ഷൂട്ടുണ്ട്, എല്ലാം പ്രോഗ്രാം തിരക്കാ. ശ്രുതി എന്തുണ്ട്? സുഖമാണ്? മഴയുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. മഴ ഇല്ല ശ്രുതി.
ശരി, ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അവസാനമായി മുകേഷ് ഏട്ടൻ്റെ ഒരു സെന്റിമെന്റ്സ് ഡയലോഗ്. അദ്ദേഹം ഒരുപാട് കോമഡി, കളിയ മായൻകുട്ടി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പറയാൻ പോകുന്നത് ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ജയറാം കൊക്കയിൽ വീഴുമ്പോൾ ഉള്ള ഒരു മുകേഷിന്റെ സെന്റിമെന്റ്സ് ഡയലോഗ് ഉണ്ട്. അപ്പം അരവിന്ദ എന്നുള്ള വിളിച്ച ആ സീനിലെ മുകേഷിന്റെ സെന്റിമെന്റ്സ് സീൻ. ഓക്കെ. അരവിന്ദ, എടാ, എന്റെ ചിന്നനെ നീ കൊന്നതാണല്ലടാ. എടാ, എന്നെക്കാളും ജോയിയേക്കാളും അവൻ ഏറെ സ്നേഹിച്ചിരുന്നു നിന്നെ. അവനല്ലേ നീ കൊന്നത്. അരവിന്ദ, കേറി വാ. ഇല്ല, ഞാൻ വിടില്ല. കേറി വാടാ. ഇല്ല.